പ്രിയമുള്ളവരെ നമസ്കാരം. നമ്മൾ പാറശാലയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പാറശാലയിൽ CSI മിഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു അൻപു നിലയം എന്ന് പറയുന്ന ഒരു വൃദ്ധരായ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനം. ഇവിടെ ഇന്നിപ്പോൾ വന്നപ്പോൾ ഒരു പ്രത്യേകത, നെല്ലിമൂട് സ്കൂളിലെ കുറച്ച് റെഡ് ക്രോസ് കുട്ടികൾ ഈ അമ്മമാരോടൊപ്പം ചെലവഴിക്കാൻ, അച്ഛന്മാരോടൊപ്പം ചെലവഴിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളതായിട്ട് അറിയുന്നു. അപ്പോൾ ആ വിശേഷങ്ങളൊന്ന് അറിഞ്ഞിട്ട് നമുക്ക് പോകാം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇപ്പോൾ പലപ്പോഴും അനാഥ മന്ദിരങ്ങളുടെയൊക്കെ എണ്ണം കൂടി വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ കേരളീയ സമൂഹത്തിൽ. അത് നല്ലതാണോ, സമൂഹത്തിന് നല്ലതാണോ? ഈ ഒരു അന്വേഷണം കൂടി ഇതിൻ്റെ മുന്നിലുണ്ട്. നമുക്ക് അകത്തേക്ക് വേറെ വിശേഷങ്ങൾ അറിയാൻ പറ്റും. എല്ലാവർക്കും ഗ്രേസ് മാർക്കിനോട് മാത്രമേ ഉള്ളൂ. ഫാദർ പറഞ്ഞ പോലെ തന്നെ ഗ്രേസ് മാർക്കിനോട് മാത്രമേ ഉള്ളൂ നോട്ടോ അല്ലേ? ഇവിടെ വന്നിട്ട് ആരുമായിട്ട് സംസാരിച്ചത്? ഈ കൂട്ടത്തിൽ ആരെങ്കിലും സംസാരിച്ചോ? എന്ത് പറഞ്ഞു? ഇങ്ങോട്ട് വരൂ വാ. പിന്നെ പേരൊക്കെ ചോദിച്ച് ഇവിടെ എങ്ങനെ ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ പാട്ടൊക്കെ പാടിയായിരുന്നു, അതൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നോ ചോദിച്ച് കാര്യങ്ങളൊക്കെ പിന്നെ ചോദിച്ചറിഞ്ഞു. സന്തോഷമായിരുന്നു. ഈ കുട്ടികൾ വന്നപ്പോൾ അമ്മയടുത്ത് എന്തൊക്കെ ചോദിച്ചു? നിങ്ങളുടെ അടുത്തൊക്കെ സംസാരിച്ചോ? പാട്ട് പാടുകയൊക്കെ ചെയ്തോ? ഇവര് പാട്ട് പാടുകയൊക്കെ ചെയ്തോ? ഇവര് പാട്ട് പാടിയില്ലേ? കള്ളി. ശരി. പാട്ട് പാടിയോ? പാടിയില്ല. അമ്മ പാടിയില്ല. വേറെ ആരാണ് പാടിയത്? പാടിയോ? ഏത് പാട്ടാ പാടിയേ? ഒന്ന് പാടിയേ, ഒന്ന് പാട്. പൂച്ചയുടെ പാട്ടൊന്ന് പാടിയേ. അവിടെ ഇരുന്നോണ്ട് പാടിയാ മതി. പാടിയോ? ഓ ആയിക്കോട്ടെ. ഇത് പാട്ടല്ലല്ലോ, മുദ്രാവാക്യം വിളിക്കുന്ന ഗണപതി ഭഗവാൻ, ആറ്റുവാലമ്മ, കൊല്ലംകോട്ട് ദേവി, അങ്ങ് കന്യാകുമാരിയുള്ള കടലമ്മ, വേളാങ്കോട്ടുള്ള കടലമ്മ, കൊല്ലംകോട്ടുള്ള കടലമ്മ, എല്ലാ നാട്ടിലുള്ള കടലമ്മ, എല്ലാ മക്കളെയും കാത്തു രക്ഷിക്കുന്നു. യാചോപ്പ, നീ കരിഞ്ഞു വാ, മനസ്സെറിഞ്ഞു വാ, തെളിഞ്ഞു വാ, പാലായി വാ, പഞ്ചാരായോ, ശർക്കരയോ എഴുന്നള്ളിച്ച് എല്ലാ മക്കളും ജയിക്കണം, ജോലികൾ കിട്ടണം. തീർച്ചയായിട്ടും. ഈ മക്കൾ, ഇവർക്ക് 10 മാർക്ക് മാത്രം പോരാ. എല്ലാവർക്കും ആരാ പാടിയത്? അല്ലേ? ആ പാട്ടൊന്ന് പാടുവോ? ഇവിടെ പാടി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു ഈ അമ്മ പാടിയത്? നന്നായിട്ട് പാടിയില്ലേ അമ്മ? ഒരു പാട്ട് അവർക്കൊന്നുകൂടെ പാടാം. മണിയമ്മ പോമുല്ല കാവിലമ്മ കഴമാന്റെ എവിടെ നിന്നാണ് വരുന്നത്? എത്ര നാളായി ഇവിടെ വന്നിട്ട്? എങ്ങനെയാണ് ഇങ്ങോട്ട് വരാൻ ഒരു തീരുമാനം? ആരോഗ്യ പ്രശ്നമുണ്ടോ അല്ലേ? അപ്പോൾ വീട്ടില് ഭാര്യയുണ്ട്, മക്കളുണ്ട്. കുറച്ച് പേര് അടുത്തോട്ട് അവരൊന്നും നോക്കുന്നില്ല. കൊണ്ടാക്കിയിട്ട് പോയി. ആരാ കൊണ്ടാക്കി? പഞ്ചായത്ത് ആളുകളാണ് കൊണ്ടാക്കിയത്. നമ്മുടെ ബന്ധുക്കൾ പോലും അല്ല കൊണ്ടാക്കിയത്. അതെന്താ, നമുക്ക് ആരോഗ്യമില്ലാതായപ്പോ സംസാരിക്കാതായതാണോ? അതിനു മുമ്പ് ജോലി ചെയ്യുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. നിങ്ങൾ എല്ലാരും ഇത് കേൾക്കുന്നുണ്ടായി പറയുന്നത്? ഈ അയ്യാതുര മാമൻ പറയുന്നത് നിങ്ങളാരും കേൾക്കുന്നില്ല? ഒന്നുകൂടെ പറയും. ജോലി ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന് എല്ലാവർക്കും വേണമായിരുന്നു. ആരോഗ്യം മോശമായപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിനെ അവര് എല്ലാരും ഉപേക്ഷിച്ചു, ബന്ധുക്കള്. അപ്പൊ പഞ്ചായത്ത് ആളുകളാണ് ഇവിടെ കൊണ്ടാക്കിയതെന്ന് കേട്ടോ. പിള്ളേര് എഴുന്നേറ്റ് അതാ പിള്ളേർ നോക്കണ്ട. പിന്നെ അപ്പൊ ഇപ്പൊ 1.5 വർഷമായി ഇവിടെ വന്നിട്ട്. ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടോ? അതെങ്ങനെയാണ് ഇവിടെ നിന്ന് തന്നെ ചെയ്യുന്നത്? അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മെച്ചമുണ്ടോ? ഇവിടെ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ്? എല്ലാവരോടും സംസാരിക്കാറൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ട്. ഇവിടെ ബാക്കിയുള്ളവരുടെയൊക്കെ അവസ്ഥയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇവരിലൊക്കെ ഇതുപോലുള്ള വിഷമം ദുഃഖങ്ങളുള്ളവരുണ്ട്.
എല്ലാവർക്കും ഉണ്ട്, ഓരോരുത്തർക്കും ഓരോ വിഷമമുണ്ട്. വിഷമം എന്ന് വിചാരിച്ചാൽ വിഷമം തന്നെ, ഇല്ലെങ്കിൽ ഇതേപോലെ ഫ്രീ ആയിട്ട് തിരിച്ചു കഴിച്ച് നടക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഏത് തരത്തിലാണ് സന്തോഷം കിട്ടും? ഇതുപോലെ കുട്ടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഇവർ വന്ന ഈ കുറച്ച് സമയം എങ്ങനെ ഉണ്ടായിരുന്നു? ഇതേപോലെ കുട്ടികൾ ഇന്ന് വരുമ്പോൾ ഇനി സന്തോഷമായിട്ട് തന്നെ ഇരിക്കും. ഈ കുട്ടികളൊക്കെ വന്നപ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? സന്തോഷം തന്നെ. അപ്പൊ ഇവിടെ ഇതിൽ ആരാണ് ഏറ്റവും കൂടുതൽ സങ്കടവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ഒരാള്? അതായത് എപ്പോഴും ഈ അണ്ണൻ പറഞ്ഞോണ്ട് കരച്ച് ഇദ്ദേഹമാണോ? ഏറ്റവും കൂടുതൽ പറഞ്ഞാ കരച്ചിൽ വരുമോ? ആണോ? എന്താ പേരെന്താ? കണ്ണീരിന്റെ ഒരു അലർജിയാണ്. ചന്ദ്രൻപിള്ള. പേര് പറയുമ്പോ തന്നെ കരയുന്നോ? അതിനകത്ത് അത്ര ഒരു സുഖമല്ലല്ലോ. അങ്ങനെയാണ് ശബ്ദം അല്ലേ? അതായത് അസുഖമുണ്ട്. ഇവിടെയൊക്കെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോകുന്നില്ലേ? മരുന്നൊക്കെ സമയത്ത് കിട്ടുന്നുണ്ടോ? ഭക്ഷണമുണ്ട്, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകുന്നുണ്ട്. ഇടയ്ക്ക് ഇതുപോലെ കുട്ടികളൊക്കെ വന്ന് ഇതുപോലെ സന്തോഷം. മനോധൈര്യം വേണം, കുറച്ചുകൂടെ സ്ട്രോങ് വേണം. അതാണ്ട് പറഞ്ഞു തരുന്ന കേട്ടോ, ഇച്ചിരി സ്ട്രോങ് ആവണമെന്ന്. കുറച്ച് ഫ്രീഡം ആവണം. ഇത് അയ്യാതൊരു അണ്ണനാണ് ഇവിടെ നിങ്ങളെല്ലാവരെയും ഒരു മോട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. എല്ലാവരെയും ഊർജ്ജസ്വലരായിട്ട് നിർത്തുന്നത്. എല്ലാവർക്കും ബൂസ്റ്റ് കൊടുക്കും. ഇരിക്കും. മക്കളെ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? സന്തോഷം എന്ന് പറഞ്ഞാൽ എങ്ങനെ സന്തോഷം? നല്ലോണം തെളിച്ചു പറ. ശരിക്കും ഇവിടെ വരുന്നതിൻ്റെ പിന്നിൽ നിങ്ങൾ റെഡ് ക്രോസുകാരാണെന്നുള്ളത് ഒരു കാര്യം കഴിഞ്ഞാൽ പിന്നെ ശരിക്കും ഇപ്പോൾ വന്നതിന് ശേഷം ഉണ്ടായൊരു ഫീൽ എന്താണ്? നിങ്ങളുടെ എക്സ്പീരിയൻസ് പറ. സന്തോഷമുണ്ടായി അല്ലേ? 1979 അമൃതം തിരുമേനി ഈ CSI മിഷൻ്റെ കീഴിലുള്ള ഈ പാറശാലയിലെ ഈ സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ സ്ഥാപിച്ചാണ് അൻപു നിലയം എന്ന് പറയുന്ന ഈ സ്ഥാപനം. ഇവിടെ നിരാലംബരായ കുറച്ച് അച്ഛനമ്മമാരിവിടെ ഉണ്ട്. അവരോട് ചേർന്ന് എല്ലാവരുമുള്ള അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാവരുമുള്ള കുറച്ച് കുട്ടികളുമുണ്ട്. ഇവർ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇവർ 10 മാർക്കിന് വേണ്ടി വന്നതാണെന്ന് ഇവർ മനസ്സുകൊണ്ട് തുറന്നു പറഞ്ഞു. പക്ഷേ ശരിക്കും അതല്ല. റെഡ് ക്രോസിൽ പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന ആ സാമൂഹിക ബോധമാണ് ഇവരിലേക്ക് ഇവിടെ എത്തിക്കാനുള്ള ഒരു കാരണമെന്ന് നമുക്ക് മനസ്സിലാകും. മാത്രമല്ല ഇവിടെ വന്നതിന് ശേഷം അവർക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഉണ്ടായോ? വല്ല തിരിച്ചറിവ് ഉണ്ടായോ? ഒരു തിരിച്ചറിവ് ഉണ്ടായില്ല. അപ്പോൾ എന്തായാലും ഫാദർ വില്യം നമ്മളോടൊപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ച് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. ഞങ്ങൾക്ക് ഇതിൻ്റെ പ്രവർത്തനം കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. ഇതുപോലുള്ള ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള സനാഥരല്ലാത്തവരെ പാർപ്പിക്കാനുള്ള ഇടങ്ങൾ കൂടുന്നത് സമൂഹത്തിൽ നല്ലതാണോ മോശമാണോ? ഒരിക്കലും കൂടാൻ പാടില്ല. കറക്റ്റ്. ഒരിക്കലും കൂടാൻ പാടില്ല. നമ്മള് തന്നെ ഇങ്ങനെ ഉണ്ടാവരുത്. ഇത്തരം സ്ഥാപനങ്ങൾ നമുക്ക് വിസിറ്റ് ചെയ്യാനാണെങ്കിൽ പോലും കൂടുതൽ സ്ഥാപനം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി സൊസൈറ്റിയുടെ നമ്മുടെ സമൂഹത്തിന്റെ ചിന്തകൾ മാറേണ്ടിയിരിക്കുന്നു. നമ്മൾ വാർദ്ധക്യകാലത്ത് നമ്മളെ മക്കളാണ് നോക്കേണ്ടതെന്നുള്ള ചിന്ത നമ്മളങ്ങ് മാറ്റണം. നമ്മൾ വാർദ്ധക്യകാലത്ത് നമ്മളെ തന്നെ നോക്കും, നമുക്ക് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കും എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറണം. മക്കൾ വളർന്നു കഴിഞ്ഞാൽ ഈ കോഴിയൊക്കെ വളർന്നു കഴിഞ്ഞാൽ ചുമ്മാ കൈയടിക്കുന്നത്. കോഴിക്കുഞ്ഞുങ്ങൾ കൊത്തി തിന്നാൻ ഭാഗമായി കഴിഞ്ഞാൽ കോഴി അവരെ കൊത്തി ഓടിക്കും. അവർ പിന്നെ തനിയെ വളർന്ന് കഴിക്കട്ടെ എന്ന് പറയും. നമ്മളവരെ പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കിയാൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ ജീവിക്കുക. അല്ലാതെ മക്കൾ നമ്മളെ നോക്കുമെന്ന് വിചാരിച്ച് മക്കളെ നോക്കിക്കൊണ്ട് കഴിയാതിരിക്കുക എന്നുള്ള തരത്തിലൊരു ചിന്ത സമൂഹത്തിലുണ്ടാവട്ടെ. അങ്ങനെ വരുമ്പോൾ അവർ നമ്മളെ നോക്കില്ലെന്നുള്ള ഒരു വിഷമം നമുക്ക് വേണ്ട. ഇനി ഇപ്പോൾ രാമയ്യ അയ്യാതുരൈ ചേട്ടൻ അല്ലേ? അയ്യാതുരൈ ചേട്ടൻ പറഞ്ഞ ആ ഒരു മാനസിക വിഷമമുണ്ടല്ലോ. ആരോഗ്യം ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. ആരോഗ്യം പോയപ്പോൾ മക്കളോ ബന്ധുക്കളോ ആരും ഇല്ലാത്ത അവസ്ഥ. അവസാനം പഞ്ചായത്തിൽ നിന്ന് ആളുകൾ ഇടപെട്ടാണ് ഇവിടെ കൊണ്ടാക്കിയതെന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ആ ഒരു മനോവിഷമം ചില്ലറയല്ല. അത് കേൾക്കുന്നവർക്ക് എന്തായാലും കണ്ണു നനയ്ക്കുന്ന അല്ലെങ്കിൽ നെഞ്ചു പിടയുന്ന ഒരു വാർത്ത തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയും ജന്മം തന്നു, വളർത്തി, വിദ്യാഭ്യാസം തന്നു. ഇനി ജീവിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അല്ലാതെ അവരുടെ സമ്പാദ്യമല്ല നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഇവിടെ വന്ന ഈ നിമിഷങ്ങൾ നിങ്ങൾക്ക് സന്തോഷകരമായോ? അതായത് ഇത് നിങ്ങൾ കാണേണ്ടതായിരുന്നു എന്ന് തോന്നിയോ? എങ്ങനെ എല്ലാവരും കൂടെ ഉറക്കെ പറ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ ഒരാർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊന്ന് പറഞ്ഞേ. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. ഞങ്ങൾ ഞങ്ങളുടെ പേരൻസിനെ നോക്കും. തീർച്ചയായിട്ടും എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് ഉണ്ട്. അങ്ങനെയുള്ളവർക്കേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. കാരണം ഇതൊരു തുടർച്ചയാണ്. ഇന്നത്തെ മകൻ നാളത്തെ അച്ഛൻ, ഇന്നത്തെ മകൾ നാളത്തെ അമ്മ. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും.
അപ്പോൾ അച്ഛനാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം, മകനാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ആ സമയത്തുള്ള റോളുകൾ കൃത്യമായിട്ട് ചെയ്യുന്നവരാണ് ഈ ഭൂമിയിൽ നിന്ന് സന്തോഷത്തോടെ മടങ്ങുന്നത്. നമുക്ക് നാളെ കാണാം. ഇവർക്കായിട്ട് ഒരു കാര്യം കൂടെ പറയാം.